വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വന്ന് ലൈറ്റ് അങ്ങോട്ട് ഇട്ടപ്പോൾ ജൂലിമോളാണെങ്കിൽ സെറ്റിയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി ഇങ്ങനെ വന്നു കേട്ടോ. എന്നെ പ്രേമിക്കാൻ വേണ്ടി കിച്ചണിൽ വന്നിട്ടുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടെ. അതിനുശേഷം ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ എടുത്ത് ടേബിളിൻ്റെ പുറത്തെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മക്കളെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അക്കൂട്ടൻ ഉറക്കം തൂങ്ങിയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു സുബഹി നിസ്കരിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞത് കാരണം എല്ലാവരും സെറ്റിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ സെറ്റിയിരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. അമ്മ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അക്കു ഉറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളോടെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, പിങ്കി മോള്. കിച്ചു ഉറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ജൂലിയും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ കിച്ചു കാണിക്കുന്ന എങ്ങനെ രാവിലെ ആയി കേട്ടോ. കിച്ചു കാണിക്കുന്ന അഹങ്കാരം കണ്ടോ. ഈ സ്പീക്കർ രാവിലെ ഇവിടെ നിന്ന് എടുത്ത് ഷോപ്പിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് രാത്രി ഷോപ്പിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, രാത്രി തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇക്കാടെ കൂടെ ഇന്ന് അവന് ഷോപ്പിൽ പോവാണ്. അവന് സ്കൂളില്ലല്ലോ, സ്കൂൾ അടച്ചല്ലോ. അക്കു അമ്മ സ്കൂളിൽ പോയി. കിച്ചു ആണ് ഇക്കാടെ കൂടെ ഇന്ന് ഷോപ്പിൽ പോവാണ് കേട്ടോ. അവർ പോയതിന് ശേഷം ഞാൻ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നന്നായിട്ട് കഴുകുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം പെരുന്നാളൊക്കെ വരുമല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. റമളാനിന് ക്ലീൻ ചെയ്തതാണ്, പിന്നെ ഇപ്പോഴാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂട്ടിന് ജൂലിയും പിങ്കി എൻ്റെ കൂടെ നടക്കുകയാണ്. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് എൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ലിക്വിഡ് വെച്ച് ഈ സെറ്റിയൊക്കെ ഒന്ന് തുടച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് കാരണം ജൂലി പോയിരുന്ന് സെറ്റിയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുവാണ് ഞാൻ എന്തുമായിട്ട് തുടച്ചതെന്നൊക്കെ അറിയാം. ഞാൻ ഒരു ലിക്വിഡ് പരിചയപ്പെടുത്തരാവേ. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ബാത്റൂം വാഷ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നല്ലതായിട്ട് ക്ലീൻ ആവുന്നു, ഒരു രക്ഷയുമില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല. അടിപൊളി. ഞാൻ ഫസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല എനിക്ക് റിസൾട്ട് കിട്ടിയത് കാരണം സെക്കൻഡ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന കപ്സാണ്. കാരണം എന്താണെന്നറിയോ, എപ്പോഴും മന്തിയും ബിരിയാണിയും കഴിച്ച് മക്കൾക്ക് തന്നെ ബോറടിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുശേഷം മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിട്ടാണ് രണ്ടുപേരുടെ വരുന്നത് കേട്ടോ. ഇന്ന് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അമ്മു എന്നോട് പറയുകയാണ്, ഉമ്മി എനിക്ക് വെള്ളം ദാഹിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ടൈമും കൂടെ അല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അമ്മൂനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്ന് കപ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ക്യാഷ്നട്ടും കിസ്മസും അതുപോലെ തന്നെ ഒനിയനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്റ്റൈലാണ് കപ്സ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ കാണുമല്ലോ. അതേപോലെ എനിക്കും എൻ്റേതായ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വെക്കും. അപ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരുവേ. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാനിത് സൂചി കാച്ചുകയാണ്, അതായത് റവ കാച്ചുക. ഓരോ നാട്ടിൽ എന്താണോ പറയുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് 27-ാം രാവല്ലേ. അപ്പോൾ നമുക്ക് ദുആ ഒക്കെ ചെയ്യുമ്പം ഒരു മധുരമൊക്കെ വേണ്ടേ. ഇവർക്ക് ആർക്കും പായസം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് റവ കാച്ചാമെങ്കിൽ എനിക്ക് ഇച്ചിരി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ ക്യാഷ്നട്ടും കിസ്മസും ഒക്കെ ഇട്ട് അത് ഒഴിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും കുടിച്ചോളും, അര ഗ്ലാസ്സൊക്കെ കുടിച്ചോളും. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവർക്ക് സമൂസ വേണമെന്ന് പറഞ്ഞ് മക്കൾ എന്ത് ചെയ്ത് സമൂസ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അധികം സ്നാക്സ് ഒന്നും വാങ്ങിക്കണ്ട, കാരണം കബ്സ ഉണ്ടല്ലോ, സ്നാക്സ് കഴിച്ചാൽ പിന്നെ ഞാനിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു, നിങ്ങളാരും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ചായയൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതെല്ലാം ഗ്ലാസ്സിലൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് ഇക്കായും ഉണ്ട് കേട്ടോ. കിച്ചു ഷോപ്പിലായത് കാരണം ഇക്ക ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും ഉണ്ട്. പിന്നെ റോസ് മിൽക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, കാരണം മക്കൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. ജ്യൂസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റോസ് മിൽക്ക് ഉണ്ടാക്കി വെച്ചു. പിന്നെ ചായ എനിക്കും ഫാദിക്കും മാത്രം മതി കേട്ടോ. ഇക്ക ഇപ്പോഴേ കുടിക്കുന്നില്ല, പിന്നെ കുടിക്കുന്നുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ കപ്സാക്കാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല മണം. എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഞാനതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ടേബിളിൻ്റെ പുറത്ത് തന്നെ എല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കേട്ടോ. വാട്ടർമെലനും പൈനാപ്പിളും സമൂസയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇരുത്തി ഞങ്ങളെല്ലാവരും കൂടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. നിൽക്കാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ദുആ ചെയ്ത് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സലാഡ് ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ തൈരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫാദിയോടും അക്കനോടും പറഞ്ഞു ഞാൻ ഒനിയൻ കട്ട് ചെയ്യുമ്പോഴത്തേന് ഓടിപ്പോയി ഇത് കേട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ പെട്ടെന്ന് പോയി അക്കുവും ഫാദിയും കൂടെ പോയി കേട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർക്കെല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് തന്നെ സെറ്റാക്കി എല്ലാം പെട്ടെന്ന് കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും അൽഹംദുലില്ലാ കഴിക്കുകയാണ്. ഇന്ന് ഫാദിയാണ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു ഞാൻ സെർവ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ അങ്ങനെ എല്ലാവരോടും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, കൊള്ളാവോ, അടിപൊളിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണെന്ന്. അപ്പം ഞാൻ കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫാദിയോട് ഒന്നുകൂടെ ചോദിച്ചേട്ടാ എങ്ങനെയുണ്ട് കബ്സ ഉണ്ടാക്കിയിട്ട്, അടിപൊളിയാണോ? അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്നെ കളിയാക്കുവാണോ ഇവിടെ? അല്ല, റമദാൻ മാസത്തിൽ ഞാൻ കള്ളം പറയത്തില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഫാദി പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഇപ്പോൾ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടുകയാണ്. ഞാൻ അങ്ങനെ അതിനുശേഷം ഞാൻ അമ്മൂനെയും അക്കുനെയും വീട്ടിലിരുത്തിയിട്ട് ഞാനാണെങ്കിൽ ഒന്ന് പുറത്ത് പോവാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ. കാരണം എനിക്ക് സമയമേ കിട്ടുന്നില്ല എടുക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂട്ടിൽ ഇക്കയുടെ ബൈക്കിലും വന്ന് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കുറേ നോക്കി എടുത്തിട്ടൊന്നും എനിക്ക് ചുരിദാറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും എടുത്തില്ല, എനിക്ക് ഇഷ്ടമാനത് കാരണം ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഇക്ക ആണെങ്കിൽ ഒരു ഷർട്ടും ഒരു ജീൻസും എടുത്തു. ഇക്കയ്ക്ക് അങ്ങനെ അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇക്കയുടെ ബാപ്പായ്ക്കും എൻ്റെ ബ്രദറിനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. കിച്ചനൊന്നും എടുത്തില്ല കേട്ടോ, എടുക്കാൻ സമയം കിട്ടിയില്ല. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് വന്ന് കയറിയുണ്ട്. ഇവിടുത്തെ 2 സാധനങ്ങൾ എന്നും ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടെന്നുകൊണ്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇപ്പോൾ അതും ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സെറോക്സ് എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എഴുതാൻ മടിയാണെന്നേ, അതിനുവേണ്ടിയാണ് ഈ സെറോക്സ് എടുക്കാൻ ഓടുന്നത്. എന്നിട്ട് എന്നോട് പറയുന്നത് എന്തുവാണെന്നറിയോ, ഉമ്മി ഞങ്ങൾ ഇവിടെ നിന്ന് എഴുതുമ്പോൾ ഞങ്ങൾക്ക് അത്രയും പഠിക്കുന്ന ടൈം വേസ്റ്റ് ആവത്തില്ല, അത്രയും എഴുതുമ്പം. പിന്നെ സെറോക്സ് എടുത്ത് വെക്കാമെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് പറയും. എന്തോ ആണെന്ന് അറിയത്തില്ല, എന്നെ പറ്റിക്കുവാണോ എന്നും അറിയത്തില്ല. അങ്ങനെ അമ്മ ഫർദാക്കിയിട്ട് നിസ്കരിക്കാൻ പോവാണ്. അക്കുട്ടനെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നപ്പോഴത്തേന് ഉടനെ ഡാൻസ് വന്നു കേട്ടോ. അക്കുട്ടനെ എപ്പോഴും ഉള്ളതാണ്, ഞാൻ വീഡിയോ എടുത്ത ഡാൻസ്. കിച്ചുവിൻ്റെ കളി കാണിച്ചു തരാം കേട്ടോ. കിച്ചു കാണിച്ച് കൂട്ടുന്ന അഹങ്കാരം കണ്ടില്ലേ. കിച്ചു രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്പീക്കർ എടുത്തുകൊണ്ട് ഷോപ്പിലോട്ട് കൊണ്ടുപോകും. വൈകുന്നേരം വരുമ്പോൾ അത് അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അയ്യോ എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ദുനിയാവിലാരും കാണത്തില്ല ഇങ്ങനെയൊക്കെ അല്ലേ. ഈ അക്കു അമ്മ കൂടെ രാത്രി തസ്ബീഹ് നിസ്കരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ, തസ്ബീഹ് നിസ്കരിക്കാൻ പോയപ്പോൾ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക്